അപ്പൊ ഇതില് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ജൂണിലത്തെ എക്സാം. കാരണം 2 മാസം വെക്കേഷനാണ്. കമ്പാരിറ്റീവ്ലി വർക്ക് ചെയ്യുന്ന സമയത്തേക്കാളും കുറച്ചും കൂടെ ടൈം കിട്ടുന്ന ഒരു സമയം കൂടെ ആയിരിക്കും. അപ്പൊ ഈ ഓക്കെ കിട്ടുന്ന ഓക്കെ സമയം മാക്സിമം എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾ ഓക്കെ ഓക്കെ. 5ാമത്തെ തവണയാണെന്നുള്ള ആ ഒരു പിന്നെ നെഗറ്റീവിലേക്ക് നിങ്ങൾ പോവാതെ ഇനി എന്ത് ചെയ്യാം, അടുത്ത തവണ എന്തായാലും നമുക്ക് നേടിയെടുക്കണം. ആ രീതിയിൽ തന്നെ ഓക്കെ എന്ത് ഓക്കെ. ചെയ്യാം, ചിന്തിക്കാം. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പം 2019 ശേഷം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ലെവൽ കൂടി തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പം അതിനെക്കാട്ടും കുറച്ചുകൂടെ എന്താണ് ലെവല് കൂടിയിട്ടാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ആ ഒരു ഡിഫറൻസ് നമ്മൾ 2 ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ വരുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് പഠനം എത്രത്തോളം ഇനിയും നമ്മൾ മുന്നേറാനുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവും. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾ ചുമ്മാ നിങ്ങൾ ഫുൾ മാർക്കിന്റെ കാര്യമല്ല, നിങ്ങൾ ഈ ആൻസർ എന്ത് ചെയ്യാം, അതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ആൻസർ അതിലേക്കൊന്ന് എഴുതി വെക്കുക. 1ാമത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിൽ ഓപ്ഷൻ ഏതാണോ, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഫൈനലി നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുതുതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടാവാം, പലതവണ എഴുതിയവരുണ്ടാവാം. അതൊന്നും നോക്കണ്ട. നമ്മൾ പഠിക്കാതെ എഴുതുന്ന ഒരു എക്സാം എന്നുള്ള നിലക്ക് കണ്ടാൽ മതി. നമുക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ആദ്യം തന്നെ ഇതില് നമ്മുടെ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട പാർട്ടിൽ നിന്നും ചോദിച്ചൊരു ചോദ്യമാണ്, സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും സ്വത്വ സാക്ഷാത്കാരത്തിലെത്താനുമുള്ള കഴിവിനെ ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത്. ബഹുമുഖ ബുദ്ധി എന്ന് പറഞ്ഞാല് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ്. ഓപ്ഷൻ എ ദൃശ്യസ്ഥലപര ബുദ്ധി, ഓപ്ഷൻ ബി പ്രകൃതിപരമായ ബുദ്ധി, ഓപ്ഷൻ സി ആന്തരിക വൈയക്തിക ബുദ്ധി, ഓപ്ഷൻ ഡി വ്യക്തിയാന്തര ബുദ്ധി. ഇതിലേതാണ് ആൻസർ? നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം ആൻസർ ചെയ്യാൻ നിൽക്കുക കേട്ടോ. ഒരു 3 സെക്കൻഡ് ഞാൻ വെയിറ്റ് ചെയ്യാം, നിങ്ങൾക്കൊന്ന് ഓപ്ഷന് ആൻസർ ചെയ്യാനുള്ള സമയം. അപ്പം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഉള്ളത് ദൃശ്യസ്ഥലപര ബുദ്ധി ഓർ വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്. 2ാമത്തത് പ്രകൃതിപരമായ ബുദ്ധി നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. ഓപ്ഷൻ സി ആന്തരിക വൈയക്തികം ഇൻട്രാപേഴ്സണൽ. ഓപ്ഷൻ ഡി വ്യക്തിയാന്തര ബുദ്ധി ഇന്റർപേഴ്സണൽ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഓർ ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. അതായത് ഇവിടെ സ്വന്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ സിയും ഡിയും ആണ് പലർക്കും കൺഫ്യൂഷൻ വരാറ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തത്തെ തിരിച്ചറിയുന്നത് എന്താണ്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. കുറച്ച് മുന്നേ 2018-17 ആ ഒരു സമയത്ത് ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യം ചോദിക്കാം. മിക്കവാറും മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന ഒരു തിയറി അത് കൊണ്ടുവന്നത് ആരാണ്, അതുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരാറ്. പക്ഷെ റീസെന്റ് ആയിട്ട് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം അവിടെ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ വരുന്നത്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ, സിനി പാഠങ്ങൾ വളരെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ പഠിക്കുന്നു, എന്നാൽ മിനി അതേ പാഠങ്ങൾ പഠിക്കുന്നതിന് ധാരാളം സമയമെടുക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഏത് വികാസ തത്വത്തെയാണ്? വികാസ തത്വം ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ഓപ്ഷൻ എ തുടർച്ച, ഓപ്ഷൻ ബി പൊതുവായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക്, ഓപ്ഷൻ സി വ്യക്തി വ്യത്യാസം,
ഓപ്ഷൻ ഡി പരസ്പര ബന്ധം. ചോദ്യം ഒന്ന് വായിക്കാം, മനസ്സിലാക്കാം, പെട്ടെന്ന് ആൻസർ ചെയ്യാം. അതായത് ഒരാള് പാഠഭാഗങ്ങള് പെട്ടെന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അതേ പാഠഭാഗങ്ങള് പഠിക്കാൻ മറ്റൊരാള് കൂടുതൽ സമയം എടുക്കുന്നു. അപ്പൊ നിങ്ങള് ആൻസർ ഓപ്ഷൻ ഇല്ലെങ്കിൽ തന്നെ നമുക്കത് കോമൺലി ചിന്തിച്ചാൽ മനസ്സിലാവും അതെന്താണ് ആൻസർ വരിക എന്നുള്ളത്. ഏതായിരിക്കും ആൻസർ? ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് ഒന്ന് പറഞ്ഞേ, ഏതായിരിക്കും ഓപ്ഷൻ വരിക? വ്യക്തിവ്യത്യാസം. ഓപ്ഷൻ സി ആണ് അല്ലെ. ഓക്കെ, എല്ലാരും മൈക്ക് ഓഫ് ചെയ്തോളൂ. വ്യക്തി വ്യത്യാസമാണ് അല്ലെ. അത് നമ്മൾ പഠിക്കാത്ത ഒരാളായാലും നമ്മൾ ക്വസ്റ്റ്യൻ വളരെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യക്തി വ്യത്യാസമാണ് അവിടെ എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് വരാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇന്റലിജൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ നിന്നും ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും നമുക്ക് വരാറുള്ളതാണ്. അതേപോലെ ഡെവലപ്മെന്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വളർച്ചയും വികാസവും എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മാക്സിമം 3 ക്വസ്റ്റ്യൻസ് വരെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. 1, 2, 3 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. അതും പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത തന്നെയാണ്. അപ്പം ഇതെന്താണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് വരുന്നത്. അടുത്തതും ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. എല്ലാ നവജാത ശിശുക്കൾക്കും ജന്മനാ തന്നെ ഭാഷയുടെ ആന്തരിക ഘടന മനസ്സിലാക്കി ഭാഷാ വികാസം സാധ്യമാക്കുന്നതിനുള്ള ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ടെന്ന് നിർദ്ദേശിച്ചത് ആര്? ഓപ്ഷൻ എ യങ് പിയാഷെ, ഓപ്ഷൻ ബി ലെവ് വൈഗോട്സ്കി, ഓപ്ഷൻ സി നോം ചോംസ്കി, ഓപ്ഷൻ ഡി ജെറോം എസ് ബ്രൂണർ. ഒന്ന് ആൻസർ പറഞ്ഞേ, ഒന്ന് മൈക്കോണാക്കി പറഞ്ഞേ, ഏതായിരിക്കും? നോം ചോംസ്കി ആണല്ലേ. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആരുമായി ബന്ധപ്പെട്ടതാണെന്നല്ലേ. ഇവിടെ എന്താണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ നവജാത ശിശുക്കൾക്കും ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ഒന്നല്ല, ജന്മനാ ഉള്ള ഒരു കഴിവാണ്. അതിന് സാധ്യമാക്കുന്നതിന് നമ്മുടെ ബോഡിയിൽ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ടെന്ന് പറഞ്ഞത് ലാഡ്, സിംപ്ലി ഷോർട്ടായിട്ട് നമ്മൾ ലാഡ് എന്ന് പറയും. നോം ചോംസ്കി ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ZPD ആരുമായി ബന്ധപ്പെട്ടതായിരുന്നു? ലാഡ് പോലെ തന്നെ ZPD ആരുമായി ബന്ധപ്പെട്ടതായിരുന്നു? വൈഗോട്സ്കി ആണ് അല്ലെ. ഓക്കെ, ഇതൊക്കെ ലാഡ്, ZPD ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാളുടെ സ്വന്തം സ്വന്തമാണ് കേട്ടോ. ഒരാളുടെ സ്വന്തം ചിന്തയെ കുറിച്ചുള്ള ചിന്തയെ പറയുന്നത് ഓപ്ഷൻ എ കോഗ്നീഷൻ, ഓപ്ഷൻ ബി ഡ്യുവൽ കോഗ്നീഷൻ, ഓപ്ഷൻ സി മെഗാ കോഗ്നീഷൻ, ഓപ്ഷൻ ഡി മെറ്റാ കോഗ്നീഷൻ. സ്വന്തം, ഒരാളെ കുറിച്ച് തന്നെയുള്ള ചിന്തയെ കുറിച്ചുള്ള ചിന്ത. ഇതില് ഓപ്ഷൻ തികക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓപ്ഷൻ ഡി മെറ്റാകോഗ്നിഷൻ. ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓക്കെ, സ്വന്തം കറക്റ്റ് ആൻസർ ആണ്. മെറ്റാ കൊഗ്നിഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ചിന്തയെ കുറിച്ചുള്ള ചിന്ത, അതീത ചിന്ത എന്നൊക്കെ പറയും. അത് മെറ്റാ കൊഗ്നിഷൻ ആണ്. ഇവിടെ ബിയും സിയും ഒക്കെ ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഓപ്ഷൻസ് ആണ്. കൊഗ്നീഷനും മെറ്റാ കൊഗ്നീഷനും ആണ് ഉള്ളത്. നമ്മുടെ സ്വന്തം ചിന്തയെ കുറിച്ചുള്ള ചിന്തയെ മെറ്റാ കൊഗ്നീഷൻ എന്നാണ് പറയുന്നത്. ഇത് കുറച്ച് എന്താണ് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ, ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളുടെ പഠനം ഏറ്റവും ഫലപ്രദമാകുന്നത് എപ്പോൾ? ഓപ്ഷൻ എ ആവർത്തന പഠന രീതിയിലൂടെ,
ഓപ്ഷൻ ബി പ്രശ്ന പരിഹരണ രീതിയിലൂടെ, ഓപ്ഷൻ സി ശ്രമ പരാജയ രീതിയിലൂടെ, ഓപ്ഷൻ ഡി അനുബന്ധന രീതിയിലൂടെ. പെട്ടെന്ന് പറയണ്ട, ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് വായിച്ചോ. ഓപ്ഷൻ ബി പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി ആണോ അല്ലേ, എല്ലാരും? അനുബന്ധന സിദ്ധാന്തം. ഓപ്ഷൻ ബി പറയുന്നുണ്ട്, ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രശ്ന പരിഹരണ രീതിയിലൂടെയാണ്. ഈ ഓപ്ഷൻ ഡി അനുബന്ധനം അല്ലെങ്കിൽ കണ്ടീഷനിങ് ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതായിരുന്നു? ബിഹേവിയറിസം. ബിഹേവിയറിസം ആണ് അല്ലെ. സ്കിന്നറുടെ ഇതായിരുന്നു കണ്ടീഷനിങ്. അനുബന്ധനം ബിഹേവിയറിസ്റ്റുകളാണ് അനുബന്ധന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതില് ഓപ്പറന്റ് കണ്ടീഷനിങ് ഉണ്ട്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്. ഇപ്പം പാവ്ലോവ്, സ്കിന്നർ, അങ്ങനെ കുറച്ച് തോണ്ടയ്ക്ക് എന്ന് പറഞ്ഞ കുറച്ച് സയന്റിസ്റ്റുകളെ നമുക്ക്, സൈക്കോളജിസ്റ്റുകളെ നമുക്ക് എന്താ അവിടെ കാണാൻ പറ്റും അല്ലെ. അപ്പൊ ബിഹേവിയറിസ്റ്റുകളാണ് കണ്ടീഷനിങ് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ ആവർത്തന പഠന രീതിയൊക്കെ ബിഹേവിയറിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശ്രമപരാജയം ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഏത് മാത്രമേ ഗെസ്റ്റാൾട്ടുമായിട്ട് ബന്ധപ്പെട്ടതുള്ളൂ? പ്രശ്ന പരിഹരണ രീതി കേട്ടോ. ബാക്കി ഓപ്ഷൻ എ, ബി, സി മൂന്നും എന്താണ്? റിലേറ്റഡ് ടു ബിഹേവിയറീസ് ആണ്. ഓൺലി ഓപ്ഷൻ ബി ഈസ് റിലേറ്റഡ് ടു ഗെസ്റ്റാൾട്ട് സൈക്കോളജി. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാലും ക്വസ്റ്റ്യന്റെ മുന്നിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കൺഫ്യൂസിങ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. പ്രാക്ടീസ് 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 മേക്ക് യു പെർഫെക്റ്റ്. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മൾ എന്തായാലും നമുക്ക് ആ രീതിയിലേക്ക് നമ്മൾ എത്താൻ പറ്റും. അടുത്തതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നാണ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ബുദ്ധിമാനം IQ, ഇന്റലിജൻസ് ക്വോഷ്യന്റ് ആണ് കേട്ടോ. ബുദ്ധിമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വൈകാരിക മാനത്തിനാണ് ജീവിത വിജയം നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് എന്ന് സൂചിപ്പിച്ചത്. ഓപ്ഷൻ എ ഹൊവാർഡ് ഗാർഡ്നർ, ഓപ്ഷൻ ബി ഡാനിയൽ ഗോൾമാൻ, ഓപ്ഷൻ സി ആൽബർട്ട് ബിനെ, ഓപ്ഷൻ ഡി EL തോണ്ടൈറ്റ്. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ സൈഡിലുണ്ട് കേട്ടോ. വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസും സൈഡിലുണ്ട്. അപ്പം ഡാനിയൽ ഗോൾമാൻ. ഓപ്ഷൻ ബി ഡാനിയൽ ഗോൾമാൻ ആണ് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? IQ-വും EQ-വും കമ്പയർ ചെയ്യുമ്പോൾ IQ-നെക്കാട്ടും നമ്മുടെ ജീവിത വിജയത്തെ നിർണയിക്കുന്നത് EQ ഓർ ഇമോഷണൽ കോഷ്യന്റ് ആണെന്നുള്ളതാണ്. അപ്പം അത് പറഞ്ഞിട്ടുള്ളത് ആരാണെന്നുള്ളതാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് അല്ലെ, ഡാനിയൽ ഗോൾമാൻ ആണ്. അപ്പം ബാക്കിയുള്ള ഹവാർഡ് ഗാർഡ്നറും അത് ഇന്റലിജൻസുമായിട്ട് റിലേറ്റഡ് ആയതും, തോണ്ടയ്ക്ക് എന്താണ് ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ടതാണ്. ആൽഫ്രഡ് ബിനെ ആണെങ്കിൽ IQ-വുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഡാനിയൽ ഗോൾമാൻ ആണ് എന്ത്? ഇമോഷണൽ കോഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ പറഞ്ഞിട്ടുള്ളതും പങ്കെന്ന് സൂചിപ്പിച്ച വ്യക്തിയും അദ്ദേഹമാണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഈ ഒരു അടുത്തത് നമ്മുടെ ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഡീപ്പായിട്ട് വരുന്ന ഒരു ഏരിയയും കൂടിയാണ് ഡിഫൻസ് മെക്കാനിസം. ആപ്ലിക്കേഷൻ ലെവലിൽ മാത്രമാണ് ഈ ഏരിയയിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? പഠിക്കുകയും വേണം. നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ ഇല്ലോ നോക്കാം. ജ്യോതിഷന് ഗണിത പരീക്ഷയിലെ കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല. ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും സിലബസിന് പുറത്തുള്ളതായിരുന്നു എന്നതാണ് അവന്റെ അഭിപ്രായം.
ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ജ്യോതിഷ് ഉപയോഗിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ അനുപൂരണം, ഓപ്ഷൻ ബി ദമനം, ഓപ്ഷൻ സി യുക്തീകരണം, ഓപ്ഷൻ ഡി ഉദാത്തീകരണം. കോമ്പൻസേഷൻ, റിപ്രഷൻ, rationalization, sublimation. Option C, rationalization. ഓപ്ഷൻ സി rationalization പറയുന്നുണ്ട്. എനി അതർ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണോ? ഓപ്ഷൻ ഡി ആണോ? എനി അതർ? ഓപ്ഷൻ സി പറയുന്നുണ്ട്, ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പം ജ്യോതിഷ് ഒരു എക്സാം എഴുതിയതാണ്. അപ്പൊ കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല. അപ്പം അവിടെ ആ ഒരു ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല എന്നുള്ള സ്വയം പരിമിതി എന്ത് പറഞ്ഞാണ് അവ മറക്കാൻ ശ്രമിക്കുന്നത്? ഭൂരിഭാഗവും സിലബസിന് പുറത്തുള്ളതായിരുന്നു. ചിലപ്പം ജ്യോതിഷിൽ പഠിക്കാത്തതോ അതൊക്കെ ആയിരിക്കാം കാരണം. പക്ഷെ എന്തല്ല, ആ കാരണം മറച്ചു വെച്ചിട്ട് സിലബസിന്, അതായത് മറ്റു പല കാരണങ്ങളുമാണ് കണ്ടെത്തുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം, പ്രതിരോധ തന്ത്രത്തിന് നമ്മൾ പറയുന്നത് ഓപ്ഷൻ സി ആണ്, യുക്തീകരണമാണ്. അതായത് കുറ്റം മറ്റു പല കാര്യങ്ങളിലേക്കും എന്ത് ചെയ്യാം, അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു തന്ത്രത്തിന് പറയുന്നതാണ് യുക്തീകരണം എന്ന്. ചിലപ്പോ നമ്മൾ എന്ത് പറയും, എക്സാം പരീക്ഷയിൽ തോറ്റാല് ആ ടീച്ചറിന് പണ്ടേ എന്നെ ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ട് ആണ് ഞാൻ പരീക്ഷയിൽ തോൽക്കാൻ കാരണം, അല്ലെങ്കിൽ ആ ടീച്ചർ പഠിപ്പിച്ച ആ ഭാഗം എനിക്ക് പണ്ടേ മനസ്സിലായില്ലായിരുന്നു, അതാണ് ഞാൻ പരീക്ഷയിൽ തോൽക്കാൻ കാരണം. ആ രീതിയിലുള്ള ന്യായീകരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയാം, യുക്തീകരണം എന്ന് പറയുന്നത്. ഇവിടെ അനുപൂരണം, കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു മേഖലയില് എന്തെങ്കിലും ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ സ്കൂളുകളിൽ കാണുന്നതാണ് എന്ത്, അക്കാദമിക്കലി കുറച്ച് വീക്ക് ആയിട്ടുള്ള കുട്ടി സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അതായത് ഒരു മേഖലയില് അച്ചീവ്മെന്റ്സ് കുറവാണെങ്കിൽ ആ മേഖലയെ മറ്റു മേഖലകളിലെ അച്ചീവ്മെന്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, കോമ്പൻസേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അനുപൂരണം എന്ന് പറയാം. അപ്പം അവിടെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് രീതിയിലായിരിക്കും? പാഠ്യപ്രവർത്തനങ്ങളില് പിന്നെ മികവ് പുലർത്താതിരുന്ന ഒരു, അല്ലെങ്കിൽ കുറഞ്ഞ കഴിവുള്ള ഒരു കുട്ടി സ്പോർട്സിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് ഏത് പ്രതിരോധ തന്ത്രവുമായി ബന്ധപ്പെട്ടതാണ്? അപ്പം ആ രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ഇവിടെ എന്താണ്, പരീക്ഷ തോറ്റതിനെ മറ്റ് തെറ്റായ ന്യായീകരണങ്ങളാണ് കുട്ടി ഉന്നയിക്കുന്നത്. അപ്പം അത് യുക്തീകരണം എന്നാണ് പറയാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് ഏരിയ ആണ്. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് പറയാം. അപ്പൊ അടുത്ത ഒരു മാർക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അസസ്മെന്റ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഓരോ ഏരിയ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വളർച്ചയും വികാസവും എന്ന് പറയുന്ന ഭാഗത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ, IQ EQ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ളൊരു ക്വസ്റ്റ്യൻസ്, അത് ആ ഒരു ഓരോ ഏരിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇന്ന ഏരിയ ഇമ്പോർട്ടന്റ് ആണ്, ഇന്ന ഏരിയന്ന് ക്വസ്റ്റ്യൻസ് കുറവാണ്, അപ്പൊ ഏത് ഏരിയയിൽ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വിലയിരുത്തൽ ഉണ്ട്. ഇത് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ സ്വയം വിലയിരുത്തൽ തന്നെ പഠനം, ഓപ്ഷൻ സി പഠനത്തെ വിലയിരുത്തൽ, ഓപ്ഷൻ ഡി പഠനത്തിനായുള്ള വിലയിരുത്തൽ. അപ്പം നമുക്ക് 3 തരത്തിലുള്ള അസസ്മെന്റ് ഉണ്ട്. അപ്പം അതിൽ ഏത് അസസ്മെന്റ് ആണെന്നാണ് ചോദ്യം. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് Assessment as learning. അസസ്മെന്റ് ആസ് ലേണിംഗ് ആണ് അല്ലെ. അപ്പം സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ വായിച്ച ഒരാള്
സ്വയം എന്ന് കണ്ടാല് അത് സെൽഫ് അസസ്മെന്റ് ആയിട്ട് എടുക്കും. അപ്പൊ നമ്മളെ 3 തരത്തിലുള്ള അസസ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് അസസ്മെന്റ് ആസ് ഓഫ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ലേണിങ്ങുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പം എന്താണ് അസസ്മെന്റ് ആസ്, എന്താണ് അസസ്മെന്റ് ഓഫ്, എന്താണ് അസസ്മെന്റ് ഫോർ, 3ഉം വ്യത്യസ്തമായിട്ടുള്ള അസസ്മെന്റുകളാണ്. അപ്പം ഇതിൽ സ്വയം നമ്മൾ വിലയിരുത്തുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? അസസ്മെന്റ് ആസ് ലേണിംഗ് ആണ് അല്ലെ. അപ്പൊ ഓഫും ഫോറും എന്തൊക്കെയായിരുന്നു? പലപ്പോഴും മാറിപ്പോകുന്ന ഒരു ഏരിയ ആണിത്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് അത് ഏത് തരത്തിലുള്ള അസസ്മെന്റ് ആയിരുന്നു? ഫോർമേറ്റീവ് ആണോ സമ്മേറ്റീവ് ആണോ? ഓഫ് സമ്മേറ്റീവ് ആണ് അല്ലെ. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. അപ്പൊ ഇതൊന്നും നമ്മൾ ഇനി അടുത്ത എക്സാമിനേക്കുള്ള ക്ലാസ്സുകളിൽ എടുത്തതല്ല. അറിയില്ല എന്നുള്ളവര് ഇതൊന്നും എനിക്ക് അറിയില്ലല്ലോ എന്നുള്ള ധാരണയിൽ ഇരിക്കേണ്ട, ഒക്കെ നമ്മൾ പഠിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന വേളയിൽ പറയുന്നതാണ്. അപ്പം ആസ് എന്ന് പറഞ്ഞാൽ സ്വയം വിലയിരുത്തുന്നതാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ അത് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. ഫോർ എന്ന് പറയുന്നത് അത് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. അടുത്തത്, അധ്യാപകൻ ഒരു ചിത്രം ക്ലാസ് മുറിയിൽ കാണിച്ചു. തുടർന്ന് കുട്ടികളോട് അതിന് അനുയോജ്യമായ തലക്കെട്ട് നൽകാൻ നിർദ്ദേശിച്ചു. ഇവിടെ അധ്യാപകൻ കുട്ടികളുടെ ഏത് പ്രത്യേക മികവാണ് വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ സർഗപരത, ഓപ്ഷൻ ബി മനോഭാവം, ഓപ്ഷൻ സി ഓർമ്മ, ഓപ്ഷൻ ഡി താല്പര്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ക്രിയേറ്റിവിറ്റി. ഓപ്ഷൻ എ ക്രിയേറ്റിവിറ്റി ആണ് അല്ലെ. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ഓപ്ഷൻ എ ക്രിയേറ്റിവിറ്റി. ഓപ്ഷൻ എ ക്രിയേറ്റിവിറ്റിയിൽ തന്നെയാണോ എല്ലാരും? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം എവിടെയൊക്കെ എന്താണ് തലക്കെട്ട് നൽകുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പുതുതായിട്ട് പുതിയ ആശയങ്ങൾ കുട്ടികളിലേക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പുതിയ ആശയങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പം കുട്ടികളിലെ ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യാനാണ് അധ്യാപകൻ ഇങ്ങനെ ഒരു ചോദ്യം ക്ലാസ്സിൽ ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത്, വ്യക്തികളുടെ ആത്മനിഷ്ഠമായ ചിന്തകൾക്കും നിലപാടുകൾക്കും പ്രാധാന്യം നൽകുന്ന വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ കാൾ റോജേഴ്സ്, ഓപ്ഷൻ ബി വില്യാർഡ് ആൽപോർട്ട്, ഓപ്ഷൻ സി അബ്രഹാം മാസ്ലോ, ഓപ്ഷൻ ഡി RB കാറ്റൽ. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയുമോ? ഓക്കെ, വ്യക്തികളുടെ ആത്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആണ് കേട്ടോ. ആത്മനിഷ്ഠമായ ചിന്തകൾക്കും നിലപാടുകൾക്കും പ്രാധാന്യം നൽകുന്ന വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ഓർ പേഴ്സൺ സെന്റേർഡ് തിയറി ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ കാൾ റോജേഴ്സ്. ഓപ്ഷൻ എ കാൾ റോജേഴ്സ് ആണോ? എനി അതർ ഓപ്ഷൻ? ഇത് കുറച്ച് തിയറി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ അല്ലേ? കാൾ റോജേഴ്സ് അല്ലേ? പേഴ്സണാലിറ്റി. ഇതൊക്കെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. അതിലെ പേഴ്സൺ സെന്റേർഡ് തിയറി ആരുടേതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ കാൾ റോജേഴ്സ് ആണ്. അപ്പം ഇതൊക്കെ എന്താണ്? പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റുകളാണ്. അപ്പൊ നമ്മൾ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പം അതല്ലേ ഇതിലെ ഈ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, പക്ഷെങ്കിൽ 4 പേരെയും കാണുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാം. ഓപ്ഷൻ എ കാൾ റോജേഴ്സ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. പേഴ്സൺ സെന്റേർഡ് തിയറി റിലേറ്റഡ് ടു കാൾ റോജേഴ്സ് ആണ് കേട്ടോ. അബ്രഹാം മാസ്ലോ ആവശ്യങ്ങളുടെ ശ്രേണിയില്ലേ,
ഹയറാർക്കി ഓഫ് നീഡുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ത്? പേഴ്സണാലിറ്റിയിലെ ഹയറാർക്കി ഓഫ് നീഡ് ആണ് ആരുമായി ബന്ധപ്പെട്ടത്? അബ്രഹാം മാസ്ലോയുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ആണ് അതൊക്കെ. അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യട്ടോ. ചിന്തയും അതിന്റെ ഉൽപ്പന്നമായ അറിവും സ്വയം ഉണ്ടാകുന്നതല്ല, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ സംസ്കാരത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും രൂപപ്പെടുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന വൈഗോട്സ്കിയൻ സമീപനത്തെ പറയുന്ന പേര്? ഓപ്ഷൻ എ വ്യവഹാരവാദം, ഓപ്ഷൻ ബി സാമൂഹിക ജ്ഞാനനിർമ്മിതി സമീപനം, ഓപ്ഷൻ സി മാനവികതാ സമീപനം, ഓപ്ഷൻ ഡി പാരിസ്ഥിതിക സമീപനം. ഓപ്ഷൻ ബി സോഷ്യൽ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച്. ഓപ്ഷൻ ബി സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആണ് അല്ലെ. ഇപ്പൊ വൈഗോട്സ്കിയൻ സമീപനം എന്ന് പറയുന്നത് കുട്ടി സൊസൈറ്റിയിൽ നിന്നും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? അറിവ് നേടുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം അല്ലെങ്കിൽ ആ ഒരു സമീപനമാണ് വൈഗോട്സ്കിയൻ സമീപനം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 11 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ, ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ടോ എന്തെങ്കിലും ഒന്നുകൂടെ പറയണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആർക്കേലും? ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് പറയാം കേട്ടോ. ഏതെങ്കിലും ഏരിയയിൽ എന്തെങ്കിലും പറയണമെന്നോ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്നോ എന്തെങ്കിലും പറയാം. കണ്ടിന്യൂ ചെയ്യാനാണോ? പറഞ്ഞോ. 11ാമത്തെ ചോദ്യത്തില് ചിന്തയും അറിവും വൈഗോട്സ്കിൻ്റെതാ? സ്വയം ഉണ്ടാകുന്നതല്ല, ചിന്തയും അറിവും. ഓക്കെ, ചിന്ത, കുട്ടികള് അറിവ് നേടുന്നതിനെ പറ്റിയുള്ള. ആ ആ അപ്പൊ വൈഗോട്സ്കി അല്ലേ? ഓക്കെ, വൈഗോട്സ്കി ആണ്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതുതരം ചോദ്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആഴത്തെയും ആശയ അവതരണത്തെയും അളക്കാൻ സഹായിക്കുന്നത്? ഓപ്ഷൻ എ ഹ്രസ്വോത്തര ചോദ്യങ്ങൾ ഓർ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ബി ദീർഘോത്തര ചോദ്യങ്ങൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ സി ബഹുവികൽപ്പ മാതൃകാ ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഡി വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇതില് ഭാഷ. ഓപ്ഷൻ ബി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് അല്ലെ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഭാഷയും ആശയവും ഒക്കെ അല്ലെ. ഒരു കുട്ടി കൂടുതൽ സബ്ജക്റ്റിൽ കൂടുതൽ അറിവുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ് ഉപയോഗിക്കുക? സബ്ജക്റ്റ് കോമ്പിറ്റൻസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതായിരിക്കും കൂടുതൽ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്തത് അഗൈൻ ഒരു തിയറി റിലേറ്റഡ് ആണ്. എറിക് എറിക്സന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തത്തിൽ 6 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികളുടെ വികാസഘട്ടത്തിന് നൽകിയിട്ടുള്ള പേര് എന്താണ്? ഓപ്ഷൻ എ വിശ്വാസം വേഴ്സ് അവിശ്വാസം, ഓപ്ഷൻ ബി സ്വാശ്രയത്വം വേഴ്സ് ജാള്യത, ഓപ്ഷൻ സി മുൻകൈയെടുക്കൽ വേഴ്സ് കുറ്റബോധം, ഓപ്ഷൻ ഡി ഊർജ്ജസ്വലത വേഴ്സ് അപകർഷത. ഇംഗ്ലീഷിൽ വേണമെന്ന് പറയാം, ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്, ഓട്ടോണമി വേഴ്സ് ഷെയിം, ഇനീഷ്യേറ്റീവ് വേഴ്സ് ഗിൽട്ട്, ഇൻഡസ്ട്രി വേഴ്സ് ഇൻഫീരിയോറിറ്റി. ഇതിൽ 6 to 12 ആണ് ചോദിക്കുന്നത്. ഏതാണ് വരിക? സി. സി ആണോ? ഓപ്ഷൻ ഡി അല്ലേ, ഊർജ്ജസ്വലത വേഴ്സ് അപകർഷത അല്ലേ.
ഇൻഡസ്ട്രി വേഴ്സ് ഇത് 6 മുതൽ 12 എന്ന് പറയുമ്പം ഏതാണ് ഏകദേശം നമ്മുടെ സ്കൂൾ പ്രായം ആ ഒരു സമയത്താണ്, പ്രൈമറി സ്റ്റേജിലുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഊർജ്ജസ്വലത വേഴ്സ് അപകർഷത എന്നുള്ളതാണ് കറക്റ്റ് കേട്ടോ. ഇത് നമ്മൾ കറക്റ്റ് എറിക്സന്റെ മനോസാമൂഹിക വികാസ ഘട്ടങ്ങൾ നമ്മൾ ഒരു 8 സ്റ്റേജസ് പഠിക്കുന്നുണ്ട്. ആ ഒരു 8 സ്റ്റേജസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും ഓരോ സ്റ്റേജിലുള്ളത്. നമ്മൾ ബർത്ത് ടു അഡൾട്ട് ആവുന്നത് വരെയുള്ള ഓരോ സ്റ്റേജിലുള്ള ഓരോരോ പ്രത്യേകതയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം 6 മുതൽ 12 വയസ്സ് വരെ വരുന്നത് ഊർജ്ജസ്വലത വേഴ്സ് അപകർഷതയാണ് കേട്ടോ. അടുത്തത് സവിശേഷ ബുദ്ധി വൈഭവം പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്കായി അധ്യാപകൻ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അധികമായിട്ട് നൽകേണ്ടത്? ഈ സവിശേഷ ബുദ്ധി വൈഭവം എന്ന് പറയുന്നത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ എളുപ്പമുള്ള പ്രവർത്തനങ്ങൾ, ഓപ്ഷൻ ബി പ്രയാസമുള്ള പ്രവർത്തനങ്ങൾ, ഓപ്ഷൻ സി കൂടുതൽ മികവാർന്ന വെല്ലുവിളി ഉണർത്തുന്ന പ്രവർത്തനങ്ങൾ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി. Option C, enriched and challenged activities. കൂടുതൽ മികവാർന്ന വെല്ലുവിളി ഉണർത്തുന്ന പ്രവർത്തനങ്ങൾ. ഓപ്ഷൻ ഡി പറയുന്നുണ്ട്, ഓപ്ഷൻ സി പറയുന്നുണ്ട്. എനി അതർ ആൻസേഴ്സ്? അപ്പൊ നമുക്കിവിടെ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നും, ഓപ്ഷൻ ഡി അല്ലേ എന്നുള്ളതില്. അപ്പൊ നമ്മൾ ഓപ്ഷൻ എയും ബിയും ഒന്ന് പരിശോധിക്കുക. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. കൂടുതൽ മികവാർന്ന വെല്ലുവിളി ഉണർത്തുന്ന പ്രവർത്തനങ്ങൾ. അല്ല, ചിലര് ഡിയിലേക്ക് പോവാൻ കാരണം എല്ലാം ആയിരിക്കില്ലേ. ഇപ്പൊ ഇവിടെ ഗിഫ്റ്റഡ് എന്ന് പറയുമ്പം അവർക്ക് എളുപ്പമുള്ള പ്രവർത്തനങ്ങൾ നൽകിയിട്ട് കാര്യമില്ല. കാരണം അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, അത് സോൾവ് ചെയ്ത് അടുത്തതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. പ്രയാസമുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രയാസമല്ല, അവർക്ക് എന്താണ് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എൻറിച്ച് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 4 ഓപ്ഷൻസും നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ അതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ പ്രയാസമുള്ള പ്രവർത്തനങ്ങൾ നൽകിയാൽ അവരെന്ത് ചെയ്യും, കുറച്ചുകൂടെ അതിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കും. പക്ഷെ ഓപ്ഷൻ സി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്. കൂടുതൽ മികവാർന്ന എൻറിച്ച് ആയിട്ടുള്ള എന്താണ് ക്രിയേറ്റീവ് ആയിട്ടും ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ഗിഫ്റ്റഡ് ചിൽഡ്രൻ നമ്മൾ നൽകേണ്ടത്. അപ്പൊ ഓപ്ഷൻ സി ആണ് 4 ഓപ്ഷനിലെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ സി ആണ് കേട്ടോ. അടുത്തത് വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെടുത്തിയുള്ള ഉത്തര മാനവികതാ കാഴ്ചപ്പാടുകളിൽ ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പിനെ പറയുന്ന പേര്. ഓപ്ഷൻ എ ആദർശാത്മക അഹം, ഓപ്ഷൻ ബി യാഥാർത്ഥ്യാധിഷ്ഠിത അഹം, ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരം, ഓപ്ഷൻ ഡി ആത്മധാനം. Option D, self-esteem. ഓപ്ഷൻ ഡി സെൽഫ് എസ്റ്റീം ആണ് അല്ലെ. അപ്പം ഇവിടെ എന്താണ്, നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഏറ്റവും ടോപ്പിലുള്ളത് എന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ എന്താണ്, ഉത്തര മാനവികത കാഴ്ചപ്പാട്, പോസ്റ്റ് ഹ്യൂമണിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിലാണ് ചോദിച്ചത്. ഒരു വ്യക്തി തന്നെ കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന മതിപ്പ്. അപ്പൊ പോസ്റ്റ് ഹ്യൂമണിസ്റ്റിക് കാഴ്ചപ്പാട് അല്ലെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, സെൽഫ് എസ്റ്റീമിലേക്കുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അറിയാത്തവരാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറയൂ കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു പോർഷനൊക്കെ പഠിക്കുമ്പം ക്വസ്റ്റ്യൻസ് ഈ രൂപത്തിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക.
അടുത്തത് ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പഠനം കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കോവിഡ് കാലത്ത് കേരളത്തിൽ ആരംഭിച്ച യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ്? ഘടനിപ്രഭ, ജ്യോതിർമയ്, വിക്ടേഴ്സ്, ചങ്ങാതി. ജ്യോതിർമയി. ഓപ്ഷൻ സി ജ്യോതിർ വിക്ടേഴ്സ്. വിക്ടേഴ്സ് ആണോ? പ്രത്യേക പരിഗണന അർഹിക്കുന്ന സ്പെഷ്യൽ ഓക്കെ. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ് ആണ് കേട്ടോ. അത് ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. ജ്യോതിർമയി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഏരിയക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ 15ാമത്തതും ഒരു പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. മുന്നേ നമ്മൾ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിരുന്നു. അബ്രഹാം മാസ്ലോ ആ ഒരു ആൻസർ വരുന്ന 10ാമത്തെ ക്വസ്റ്റ്യനും എന്തായിരുന്നു? വ്യക്തിത്വമായി ബന്ധപ്പെട്ടതായിരുന്നു. 15ാമത്തെ ക്വസ്റ്റ്യനും പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. എഗെയിൻ 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ പേഴ്സണാലിറ്റി പഠിക്കുമ്പം ആ ഒരു ഏരിയ പഠിക്കുമ്പം എത്രത്തോളം കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം എന്ന് മനസ്സിലാക്കുക. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അതായത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസോളം പേഴ്സണാലിറ്റി തിയറിയുമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെന്ത് ചെയ്യണം? പെർസെൻറ്റേജ് ഓഫ് സാധ്യത കൂടുതലാണ്. ആ സാധ്യത വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കുമ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പക്വ വ്യക്തിത്വം വിശദീകരിക്കാൻ വില്ലാർഡ് ആൽപോർട്ട് നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ എ വിപുലീകൃത അഹം, ഓപ്ഷൻ ബി ആത്മസന്തുലനം, ഓപ്ഷൻ സി യാഥാർത്ഥ്യബോധം, ഓപ്ഷൻ ഡി നിരുപാധിക പരിഗണന. എക്സ്റ്റെൻഡഡ് സെൽഫ് റെഗുലേഷൻ, റിയലിസ്റ്റിക് പെർസെപ്ഷൻ, ഓപ്ഷൻ ഡി അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കിട്ടും. ഒരു തവണ വായിച്ചവരാണെങ്കിൽ പാസിംഗ് ത്രൂ ഓപ്ഷൻസ് യു വിൽ ഗെറ്റ് ആൻസർ. ഏതായിരിക്കും? ഒന്ന് ഗസ് ചെയ്തേ. പറഞ്ഞു, ഓപ്ഷൻ നിങ്ങൾ ബി തെറ്റായി ആണോ? പോകുന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട. ഇതൊരു ഓപ്പൺ സെഷൻ ആണ്. അപ്പൊ ഒരു പേടിയും വേണ്ട. തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി ആണോ? ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. എനി അതർ ഓപ്ഷൻ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ആണ്. ഇപ്പൊ ബാക്കി 3ഉം ആൽപോർട്ടിന്റെ കോൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഒന്ന് മാത്രമേ എന്തുള്ളൂ? നിരുപാധിക പരിഗണന ഓർ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ഇത് മാത്രമാണ് ഈ കൂട്ടത്തില് പെടാത്തത്. ഓക്കെ, അപ്പം ഇതൊക്കെ സൈക്കോളജിയിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു പെടാത്തത് പെട്ടത് എന്നൊക്കെ ചോദിക്കുന്നത് ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 17 ക്വസ്റ്റ്യനിലെ ഐ തിങ്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്ങാനുമാണ് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലോട്ടേക്ക് മാറിയത്. ബാക്കിയൊക്കെ എന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ. അതും കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജോജി ഒരു 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഗണിത ക്ലാസ്സിൽ അധ്യാപകൻ സംഖ്യകൾ പറയുമ്പോൾ മിക്കപ്പോഴും അവൻ തെറ്റിച്ചാണ് എഴുതുന്നത്. ഉദാഹരണം, 678നെ 768 എന്നും 876 എന്നോ എഴുതും. ഈ പഠന വൈകല്യത്തിന്റെ പേര്? ഓപ്ഷൻ എ വായനാ വൈകല്യം, ഓപ്ഷൻ ബി ഗണന വൈകല്യം, ഓപ്ഷൻ സി പ്രയോഗ വൈകല്യം, ഓപ്ഷൻ ഡി നാമവൈകല്യം. ഡിസ്കാൽക്കുലിയ.
ഡിസ്കാൽക്കുലിയ ഗണന വൈകല്യമാണ് അല്ലെ. അപ്പം ബി. ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇത് ഡയറക്റ്റ് ആണ്, പക്ഷെങ്കിൽ കുറച്ച് ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ എന്താണ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സിമ്പിൾ ആയി. അടുത്തത് കുറച്ചും കൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് വായിക്കാം. 4 പന്തുകളും 3 പന്തുകളും ചേർത്ത് വെച്ച് 7 പന്തുകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന പ്രവർത്തനം 5ാം ക്ലാസ്സിൽ നടത്താൻ അധ്യാപകൻ അവസരം നൽകി. തുടർന്ന് അധ്യാപകൻ 4+3 = 7 എന്ന് ബോർഡിൽ എഴുതി കാണിച്ചു. ഇത് നിരീക്ഷിച്ച മിലി ഉടൻ പ്രതികരിച്ചു, എങ്കിൽ 7 - 3 4 ആയിരിക്കില്ലേ എന്ന്. യങ് പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ ഏതിലാണ് മിലിയുള്ളത്? ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലക ഘട്ടം, ഓപ്ഷൻ ബി പ്രാക് മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ സി മൂർത്ത മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ ഡി ഔപചാരിക മനോവ്യാപാര ഘട്ടം. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്ഷൻ ഡി ഓപ്പറേഷൻ ആണോ? സ്റ്റേജ്. ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ബി ആണോ? ഒന്നും കൂടെ ആലോചിച്ച് നോക്കാം. 7+3 കൂട്ടിയാൽ 4+3 കൂട്ടിയാൽ 7 എന്ന് അറിഞ്ഞ കുട്ടി അത് നേരെ തിരിച്ച് പറയാനും 7 - 3 ചെയ്താൽ 4 കിട്ടും എന്ന റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്പെസിഫിക്കേഷൻ കുട്ടി ആർജിച്ചെടുത്തിട്ടുണ്ട്. ആ മൂർത്ത മനോവ്യാപാര ഘട്ടം. മനോവ്യാപാര ഘട്ടം. യെസ്, മൂർത്ത മനോവ്യാപാര ഘട്ടം ഓർ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെ. അപ്പൊ നമ്മൾ ആ തിയറി പഠിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കും. സെൻസറി മോട്ടോർ സ്റ്റേജ്, ഒബ്ജക്റ്റ് പെർമനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടി നേടുന്നു. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ കുട്ടി മറ്റ് പ്രത്യേകതകൾ നേടുന്നു. കോൺക്രീറ്റിലേക്ക് എത്തുമ്പോൾ റിവേഴ്സിബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടി നേടുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ടേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഈ രൂപത്തിൽ വന്നാൽ നമ്മൾ അവിടെ എന്താണ്, ക്വസ്റ്റ്യന് മുന്നിൽ സ്റ്റക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരിക എന്ന് നമ്മൾ തിയറി പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഇതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ചോദ്യകർത്താവ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകത കുട്ടിയിൽ വളരുന്നത് പിയാഷെയുടെ ഏത് ഘട്ടത്തിലാണെന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് ഇത് എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. ഓക്കെ, അടുത്ത പിയാഷെയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചോദിച്ചത്. എഗെയിൻ അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യനും പിയാഷെയുമായി സ്കീമയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ഏരിയ. സ്കീമ എന്ന വൈജ്ഞാനിക ഘടന രൂപം കൊള്ളുന്നത് പഠിതാവ് നേടുന്ന അറിവുകളും അനുഭവങ്ങളും 2 പൂരക സമ്പ്രദായങ്ങളിലൂടെ രൂപപ്പെട്ട് വികസിച്ചതാണെന്നാണ് യങ് പിയാഷെ അഭിപ്രായപ്പെട്ടത്. ആ 2 സമ്പ്രദായങ്ങൾ ഏവ? സംസ്ഥാപനം അസന്തുലനം, സംസ്ഥാപനം സന്തുലനം, സ്വാംശീകരണം സംസ്ഥാപനം, സ്വാംശീകരണം സന്തുലനം. ഓപ്ഷൻ സി. സംസ്ഥാപനം. ഓപ്ഷൻ സി ആണ് അല്ലെ. നമ്മൾ പിയാഷെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അസിമിലേഷൻ, അക്കോമഡേഷൻ അല്ലെങ്കിൽ സംശീകരണം, സംസ്ഥാപനം നിങ്ങളെ കേട്ട് കേട്ട് നമ്മൾ ശീലമുള്ളതാണ് അല്ലെ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ. സ്ഥിരതയാർന്ന വൈകാരിക പ്രകടനം, നൂതന ഭാവനാശേഷി, ശാസ്ത്രചിന്തയുടെ വളർച്ച, ശക്തമായ സമപ്രായ സംഘപ്രവർത്തനങ്ങൾ, വർദ്ധിച്ച കായിക ശക്തി, ധൈര്യം എന്നിവ ശിശു വികാസത്തിന്റെ ഏത് ഘട്ടത്തിന്റെ സവിശേഷതകളാണ്? ശൈശവം, മധ്യബാല്യം, അന്ത്യബാല്യം, കൗമാരം. കൗമാരം. ശിശു കാണുന്നില്ലേ എന്നുള്ള ഡൗട്ട് ചോദിച്ചതാണ്. സ്ഥിരതയാർന്ന വൈകാരിക പ്രകടനം, നൂതന ഭാവനാശേഷി, ശാസ്ത്രീയ ചിന്തയുടെ വളർച്ച, ശക്തമായ സമസംഘ പ്രവർത്തനങ്ങൾ, വർദ്ധിച്ച കായിക ശക്തി, ധൈര്യം എന്നിവ ഏത് ശിശു വികാസത്തിന്റെ സവിശേഷതകളാണ്? ശൈശവം, മധ്യബാല്യം,
അന്തിബാല്യം, കൗമാരം. ഇതില് ചില ഫാക്ടേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡി ആണോ? കൗമാരം എന്ന് പറയുമ്പോ നമ്മള് മിക്കവാറും ശാരീരിക മാറ്റങ്ങള് അങ്ങനൊക്കെ പറയും. ഇപ്പം ഇവിടെ സമപ്രായ സംഘ പ്രവർത്തനങ്ങൾ, അവിടെ പിയർ ഗ്രൂപ്പിന്റെ കാര്യം പറയും. ഇവിടെ പിയർ ഗ്രൂപ്പാണ് കേട്ടോ. സമപ്രായ സംഘം, ഗ്രൂപ്പ് പരിപാടിയാണ്, ഒരു ഗ്രൂപ്പിസം. ഇവിടെ നമ്മള് അതായത് സെയിം ഏജിലുള്ള ഗ്രൂപ്പുമായിട്ട് കളിക്കാനുള്ള. അപ്പൊ ശൈശവാണോ വരുവാ? ഇൻഫാൻസി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ചെറിയ പ്രായമല്ലേ. ആ ആ. ഇവിടെ മധ്യബാല്യമാണോ അന്ത്യബാല്യമാണോ എന്നുള്ളതാണ്. മധ്യബാല്യം. അപ്പൊ നമ്മള് വികാസ ഘട്ടങ്ങളില് ശിശു വികാസത്തെ ഘട്ടങ്ങള് കറക്റ്റായിട്ട് ഓർഡറിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഓരോരോ സവിശേഷതകളും പഠിക്കും. ഓപ്ഷൻ സി അന്ത്യബാല്യമാണ് കേട്ടോ. കറക്റ്റ് ആൻസർ. ലേറ്റർ ചൈൽഡ്ഹുഡ് ആണ് സമസംഘ പ്രവർത്തനങ്ങളിൽ കുട്ടികൾ കൂടുതൽ സജീവമാവുന്നത്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. ഫെമിനയുടെ മാനസിക വയസ്സ് അവളുടെ കാലിക വയസ്സിനേക്കാൾ കൂടുതലാണ്. എന്നാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏത്? ഫെമിനയുടെ IQ 100-നേക്കാൾ കൂടുതലാണ്. ഫെമിനയുടെ IQ 100 ഫെമിനയുടെ IQ 100-നേക്കാൾ കുറവാണ്. ഫെമിനയുടെ IQ 90. അതായത് കാലിക വയസ്സ്, ക്രോണോളജിക്കൽ ഏജ്, മെന്റൽ ഏജ് കൂടുതലാണ് ക്രോണോളജിക്കൽ ഏജിനേക്കാളും. മാനസിക വയസ്സ് കൂടുതലാണ് കാലിക വയസ്സിനേക്കാളും. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എ ആണ് വരിക. IQ 100-നേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഇവിടെ നമ്മള് മാനസിക വയസ്സും കാലിക വയസ്സും സെയിം ആണെങ്കിൽ IQ 100 ഇനി മാനസിക വയസ്സ് കാലിക വയസ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ IQ 100 കൂടുതലായിരിക്കും. മാനസിക വയസ്സ് കുറവും കാലിക വയസ്സ് കൂടുതലുമാണെങ്കിൽ IQ 100-നേക്കാൾ കുറവുമായിരിക്കും. അപ്പൊ നിങ്ങളിത് ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ടെൻഷനൊന്നും ആവണ്ട, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇപ്പൊ ഒന്നിനെക്കാട്ട് കൂടുതൽ, അതായത് മാനസിക വയസ്സാണ് കൂടുതലെങ്കിൽ IQ കൂടുതലായിരിക്കും 100-നേക്കാളും. ഇനി മാനസിക വയസ്സ് ഇവിടെ നമുക്ക് ഏജ് തന്നിട്ടില്ലല്ലോ നമുക്ക്, അന്നേരം ഇപ്പൊ എങ്ങനെയത്? അതായത് നിങ്ങൾക്ക് സ്ക്രീന് മിസ്സായിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, 1 മിനിറ്റ്. ഇപ്പൊ ഉണ്ടാവുമല്ലോ. കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് MA/CA × 100 ആണല്ലോ. മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ഇപ്പൊ മുകളിൽ വരുന്ന ന്യൂമറേറ്ററിൽ വരിക മെന്റൽ ഏജ് ആണല്ലോ. അപ്പൊ ന്യൂമറേറ്ററിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഡിനോമിനേറ്ററിനെക്കാട്ടും വലിയ നമ്പർ ആണ് ന്യൂമറേറ്ററിലെങ്കിൽ അത് 1-നേക്കാട്ടും കൂടുതലായിരിക്കുമല്ലോ. ഇൻറ്റു 100 ചെയ്യുമ്പോൾ അത് 100-നേക്കാട്ടും വലിയൊരു സംഖ്യ ആയിരിക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ 110 ഒരു ആളുടെ മെന്റൽ ഏജ്. പിന്നെ ക്രോണോളജിക്കൽ ഏജ് ഒരു 100 കരുതുക. ഞാൻ ഒരു ആക്ച്വൽ അല്ലെ, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടി മാത്രം. അപ്പൊ 110/100 എന്ന് പറയുമ്പോൾ 1-നേക്കാൾ കൂടുതൽ ഒരു നമ്പർ അല്ലേ കിട്ടുക. 110 ഹരിക്കണം 100 എന്ന് പറയുമ്പോൾ 1 പോയിന്റ് സംതിങ് അല്ലേ കിട്ടുക. ആദ്യം മുതൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. മെന്റൽ ഏജ് 110 കരുതുക. ഓക്കെ,
മെന്റൽ ഏജ് 110 ക്രോണോളജിക്കൽ ഏജ് 100 ആണ്. അപ്പൊ എങ്ങനെയാ ഇക്വേഷനിൽ വരിക? 110 ഹരിക്കണം 100 ഇൻറ്റു 100, അതിന്റെ കൂടെയുള്ള ഒരു 100. അപ്പൊ ആ 2 100ഉം ക്യാൻസൽ ആയിട്ട് 110 വരൂലേ? അത് 100നേക്കാട്ടും കൂടുതലല്ലേ? അതെ അതെ. അപ്പൊ അങ്ങനെയാണ് നമ്മളത് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ ടീച്ചർ, 110 താങ്ക്സ്. മെന്റൽ ഏജ്, 100 ക്രോണോളജിക്കൽ ഏജ്, ഇൻറ്റു 100 വരുമ്പോ അതെന്താണ്? ഈ 100ഉം 100ഉം ക്യാൻസൽ ആയിട്ട് 100 വരും. ഇനി തിരിച്ചാണെങ്കിൽ ഡിനോമിനേറ്ററിലാണ് കൂടുതലെങ്കിൽ 100നേക്കാളും കുറവായിട്ടുള്ള ഒരു സംഖ്യയാണ് വരിക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ എന്താണ്? പേഴ്സണാലിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. അബ്രഹാം മാസ്ലോ സൂചിപ്പിച്ച ആവശ്യങ്ങളുടെ ശ്രേണിയിൽ 3ാമത് വരുന്നത് ഏതാണെന്നാണ് ചോദ്യം. അടിസ്ഥാന ആവശ്യങ്ങൾ. ഓപ്ഷൻ ബി സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. ഓപ്ഷൻ സി ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം. ഓപ്ഷൻ ഡി ആത്മസാക്ഷാത്കാരം. ഇതില് 3ാമതായിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദ്യം. ബി ബി ബി. ഓപ്ഷൻ ബി ആണ് അല്ലെ? സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ചോദ്യം അബ്രഹാം മാസ്ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യമൊക്കെ ചോദിച്ചിരുന്നത് ഫസ്റ്റിൽ വരുന്നത് ആരായിരുന്നു, ലാസ്റ്റിൽ വരുന്നത് ആരായിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ ഓപ്ഷൻ ബി. റീസെന്റ് ആയിട്ട് എല്ലാ സ്റ്റേജസും ചോദിക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ചിലപ്പോ 2 സ്റ്റേജസ് തന്നിട്ട് അതിന്റെ ഇടയിലുള്ള സ്റ്റേജ് ഏതാണെന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയും എന്ത് ചെയ്യാം, ആ ഒരു ആവശ്യങ്ങളുടെ ശ്രേണിയിൽ 7 എണ്ണത്തിൽ എവിടെയും ചോദ്യങ്ങൾ വരാം. അപ്പം പേഴ്സണാലിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റിയത്. അടുത്തത്, പഠനവേളയിൽ ആശയരൂപീകരണ പ്രക്രിയയിൽ പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിവയുണ്ടെന്ന് സൂചിപ്പിച്ചത് ആരാണ്? ഒസുബൽ, ബ്രൂണർ. വൈഗോട്സ്കി, പിയാഷെ, ബ്രൂണർ. ബ്രൂണർ. ബ്രൂണർ ഡി ആണ് അല്ലെ? ഒരു ബ്രൂണർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്തത്, ടെലിവിഷനിൽ കണ്ട മാതൃക നോക്കി ഗേളി ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പേപ്പർ ബോട്ട് ഉണ്ടാക്കുകയാണ്. ഓർത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവൾ ഘട്ടങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചു വെച്ചു. അങ്ങനെ ഘട്ടങ്ങളെ ഓർമ്മയിൽ നിലനിർത്താൻ കഴിഞ്ഞു. തുടർന്ന് ഒരു പേപ്പർ ബോട്ട് കൂട്ടുകാരികളുടെ മുന്നിൽ നിർമ്മിച്ചു കാണിച്ചു. കൂട്ടുകാരികൾ അവളെ പ്രശംസ കൊണ്ട് പൊതിഞ്ഞു. ആരുടെ നിരീക്ഷണ പഠന സിദ്ധാന്തമാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടത്? സ്കിന്നർ, എറിക്സൺ, ബന്ദൂര, കോൾബർഗ്. ആൽബർട്ട് ബന്ദൂര അല്ലെ? അദ്ദേഹത്തിന്റെ തിയറി കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിയറിയിൽ നിരീക്ഷണ പഠന സിദ്ധാന്തം അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയും. ആ സോഷ്യൽ ലേണിംഗ് തിയറി കുറച്ച് ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന്റെ ഘട്ടങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റിലത്തെ നിരീക്ഷണ പഠന സിദ്ധാന്തം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിലേക്ക് പോവാം, ആൽബർട്ട് ബന്ദൂരയിലേക്ക് തന്നെ പോകാം. അതിനുള്ള ഹിന്റും തന്നിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻസ് ഈ ഫോമിലൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തത് വികാസവുമായി ബന്ധപ്പെട്ട 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ പേപ്പറിൽ തന്നെ. വികാസം സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. വികാസം ഗുണാത്മകമാണ്. വികാസഘട്ടങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഏതാണ്? നിങ്ങൾ ഓപ്ഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കി, മനസ്സിരുത്തി വായിച്ചു നോക്കിയേ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി പറയുന്നുണ്ട്. സി. സി പറയുന്നുണ്ട്.
അപ്പൊ കറക്റ്റ് ഒരു ഓപ്ഷൻ മാത്രം ഞാനൊന്ന് ചോദിക്കാം. വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓപ്ഷൻ ബി. നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. ഒരു ചെറിയ മനുഷ്യനാണ്. അദ്ദേഹം എത്രത്തോളം ഫേമസ് ആണെന്നും നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പം അദ്ദേഹം വളർച്ചയിലൂടെ മാത്രമായിരിക്കോ വികാസം സാധ്യമാവുകയുള്ളൂ? ആണോ? വളർച്ചയുണ്ടെങ്കിൽ മാത്രമേ ഡെവലപ്മെന്റ് പോസിബിൾ ആവൂ എന്നുണ്ടോ? ശാരീരിക വളർച്ചയിലൂടെ മാത്രമേ ഡെവലപ്മെന്റ് പോസിബിൾ ആവൂ എന്നുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് ആ രീതിയിൽ ഒന്നും അറിയില്ലെങ്കിലും നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. അപ്പം ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ എന്നുള്ളതാണ്. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ. മിയ ടീച്ചർ സയൻസ് പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. തുടർന്ന് ചെറു സംഘങ്ങളായി നിർവഹിക്കാൻ ചില പ്രവർത്തനങ്ങൾ നൽകി. ഇവിടെ ടീച്ചർ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ സാമൂഹിക ബന്ധം വളർത്തൽ, എല്ലാ കുട്ടികളിലും ആശയധാരണ ഉറപ്പാക്കൽ, ചെറു സംഘങ്ങളിലെ ചർച്ചയിലൂടെയുള്ള ആശയ നിവാരണം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണല്ലേ. ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ പറ്റും. സാമൂഹിക ബന്ധം, ആശയധാരണ, അതേപോലെ ആശയ നിവാരണം എല്ലാം പോസിബിൾ ഓൾ എബോവ് ആണ് ആൻസർ വരുന്നത്. അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ. കേൾവി പരിമിതിയുള്ള കുട്ടികൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? യന്ത്രഭാഷ, ആംഗ്യഭാഷ, ബ്രെയിൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണല്ലേ. ആംഗ്യഭാഷ അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജ് ആണല്ലേ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് 10 വയസ്സുകാരനായ സഞ്ജുവിന് ക്രിക്കറ്റ് ഒരു ഹരമാണ്. അവൻ നല്ല ഒരു ബാറ്ററും സ്പിൻ ബൗളറുമാണ്. ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ അവൻ സ്വയം പഠിക്കുകയും മുതിർന്ന കളിക്കാരുമായി കളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് അവൻ കേരള സ്റ്റേറ്റ് ജൂനിയർ ക്രിക്കറ്റ് ടീം കളിക്കാരനാണ്. ഇത് അവന്റെ സ്കൂളിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. സ്കൂളിലെ ഏത് രേഖയിലാണ് സഞ്ജുവിന്റെ പേര് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടത്? സഞ്ചിത രേഖ, ഉപാഖ്യാന രേഖ, പോർട്ട്ഫോളിയോ, ലോഗ് ബുക്ക്. ഓപ്ഷൻ എ ആണ് അല്ലെ. ക്യുമുലേറ്റീവ് റെക്കോർഡ് അല്ലെങ്കിൽ സഞ്ചിത രേഖയാണ് അല്ലെ. കുട്ടികളുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങൾ, അക്കാഡമിക് ആയിക്കോട്ടെ നോൺ അക്കാഡമിക് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്ന രേഖയാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഉപാഖ്യാന രേഖ, ഒരു അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്? അതും സ്കൂളുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെക്കോർഡുകളാണ്, ക്യുമുലേറ്റീവ് പോലെ തന്നെ. പക്ഷെ ക്യുമുലേറ്റീവിലുള്ള കാര്യങ്ങള് വ്യത്യസ്തമായിട്ട് സ്വഭാവവുമായി ബന്ധപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ് എന്ത് ഉപാഖ്യാന രേഖയിൽ പെട്ടെന്ന് സവിശേഷമായിട്ടുള്ള സ്വഭാവങ്ങൾ. ഇപ്പം ഒരു കുട്ടി നല്ല അക്കാഡമിക്കലി നല്ല പെർഫോമൻസ് ഉള്ള കുട്ടിയിൽ പെട്ടെന്ന് എന്ത് പറ്റി, ഒരു പഠിക്കാനുള്ള താല്പര്യക്കുറവ്, പഠിക്കുന്നില്ല, മൂഡ് ചേഞ്ചസ് ഒക്കെ വരുന്നു. അപ്പൊ ആ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെയാണ്, സവിശേഷമായ സ്വഭാവങ്ങളാണ് എന്ത് നമ്മള് അനക്ഡോട്ടൽ റെക്കോർഡിൽ രേഖപ്പെടുത്തി വെക്കാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, പക്ഷെ ഇതെപ്പോഴും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഒരു ചോദ്യമാണ്. സഞ്ചിത രേഖയും ഉപാഖ്യാന രേഖയും. സഞ്ചിത രേഖയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തി വെക്കും. അക്കാദമിക്കലി, സ്പോർട്സ്, ഹെൽത്ത് ആയിട്ട് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ളതും നമ്മൾ ക്യുമുലേറ്റീവില് രേഖപ്പെടുത്തി വെക്കുന്ന സമയത്ത് സവിശേഷമായ സ്വഭാവ വ്യത്യാസങ്ങളാണ് നമ്മൾ അനക്ഡോട്ടലിൽ എഴുതി വെക്കുന്നത്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തെറ്റിക്കരുത്, എല്ലാവരും കറക്റ്റ് ആൻസർ പറയണം. മെച്ചപ്പെട്ട പഠനം കുട്ടികളിൽ ഉറപ്പാക്കുന്നതിന് ഒരു ടീച്ചർക്ക് ആവശ്യം വേണ്ടത് ചുവടെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? പഠിതാക്കളെ കുറിച്ചുള്ള അറിവ്, വ്യക്തമായ ഉള്ളടക്ക ധാരണ, വിവിധ വിനിമയ രീതികളെ കുറിച്ചുള്ള ധാരണ,
മുകളിൽ പറഞ്ഞവയെല്ലാം. തെറ്റിക്കരുത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും ആൻസർ? പറഞ്ഞോളൂ. ഓപ്ഷൻ All of ഡി the above. Is ഓൾ about ഓഫ് ദി read. എബവ് ആണ് അല്ലെ? ഓൾ ദി എബവ് ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ആൻസർ. ആരും തെറ്റിച്ചില്ല. വെരി ഗുഡ്. അപ്പൊ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങൾക്ക് നേടാൻ പറ്റില്ല, അല്ലെങ്കിൽ ടഫ് ആയിരിക്കും, പഠിച്ചാൽ ഈസി ആയിരിക്കും, അങ്ങനെ എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഈ ഒരു 30 ക്വസ്റ്റ്യൻ കണ്ടിട്ട് തുടക്കക്കാരായിക്കോട്ടെ, പഠിച്ച് പകുതി എത്തിയവരായിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പഠിച്ചാൽ കിട്ടും. പഠിച്ചാൽ കിട്ടും. ഇപ്പം ഓരോ ഏരിയയും, ഇപ്പൊ തിയറി പഠിച്ചാൽ ആ തിയറിയിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഉള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പഠിച്ച അതേ രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് പാറ്റേൺ നോക്കി ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. പഠിക്കുക. എന്താണ്? പാറ്റേൺ നോക്കി മനസ്സിലാക്കി അതെ, പഠിക്കുക. ക്വസ്റ്റ്യൻ പാറ്റേണിനനുസരിച്ച് ഞാൻ പഠിച്ചത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരണം എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എങ്ങനെയാണോ വരുന്നത് ആ രീതിക്ക് എന്റെ പഠനം മാറ്റുക എന്നുള്ളതായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടത്, നിങ്ങൾ ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു, നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഇതേപോലെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പാറ്റേണിൽ കൂടുതൽ മാറ്റങ്ങൾ മനസ്സിലാക്കി തരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സ്വയം ഒരു 2-3 സൈക്കോളജിയിൽ തന്നെ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ ഇതേപോലെ സെൽഫ് എന്ത് ചെയ്യാം, അനാലിസിസ് നടത്തുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 30% 40% ധാരണ വരും. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇന്ന ഏരിയകൾ ഞാൻ മുൻതൂക്കം അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിനനുസരിച്ച് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ തുടങ്ങാം. അത് നോട്ട് ഓൺലി സൈക്കോളജി, എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ തന്നെയാണ്. അതായത് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ ചോദിക്കുന്ന പാറ്റേണിൽ കുറച്ച് മാറ്റം വരുന്നേ ഉള്ളൂ. തിയറീസ് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അപ്പൊ അത് പഠിക്കുക, ആ ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നിങ്ങളുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ മനസ്സിരുത്തി എനിക്ക് നേടണം എന്നുള്ള ഒറ്റ വാശി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ബാക്കി നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് മുന്നോട്ട് പോകും. അപ്പൊ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേ, 30 ക്വസ്റ്റ്യൻ ചെയ്തതില് നിങ്ങളെ മാർക്കൊന്ന് കമന്റ് ചെയ്തേ. കുറഞ്ഞു പോയവര് യാതൊരു വിധത്തിലും എനിക്ക് കുറഞ്ഞു പോയല്ലോ എന്ന് വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ തുടക്കമാണ്, തുടക്കത്തിൽ എന്തു ആയിക്കോട്ടെ, ഒരു 30 ദിവസം കഴിയുമ്പോൾ ഇതേ രീതിയിൽ ആവാതിരുന്നാൽ മതി, മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. കൂടുതൽ ബൂസ്റ്റഡ് ആയിട്ട് എന്ത് ചെയ്യാ, പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യാം, കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യട്ടോ. ഓരോ ടോപ്പിക്കിലും ഇന്ന കാര്യങ്ങൾ ഓരോ ദിവസം പഠിക്കും എന്നുള്ള രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. ഒരു 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തന്നെ ആ ഒരു എന്താ പറയാ, ഇപ്പോഴുള്ള രീതിയും ആ രീതിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റ് ഒരു അരമണിക്കൂർ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഓരോ സബ്ജക്റ്റിലും പഠിക്കാം. അപ്പൊ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് റിലേറ്റഡ്, ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്തോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഞാൻ ഏത് സംശയങ്ങൾക്കും ഇപ്പൊ മറുപടി തരുന്നതായിരിക്കും. ഡൗട്ടൊന്നും